കോഴിക്കോട് താമരശ്ശേരി കണ്ണപ്പൻകുണ്ടിൽ കാറിന് സൈഡ് നൽകാത്തതിനെ തുടർന്നുള്ള തർക്കത്തിൽ ബൈക്ക് യാത്രികന് മർദ്ദനമേറ്റതായി പരാതി. സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെയും കയ്യേറ്റ ശ്രമം. CPIM പുതുപ്പാടി മുൻ ലോക്കൽ സെക്രട്ടറി ഷൈജൽ ഉൾപ്പെടെ 7 പേർക്കെതിരെ താമരശ്ശേരി പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വെസ്റ്റ് കൈതപ്പൊയിൽ കണ്ണപ്പൻകുണ്ട് റോഡിൽ ഇന്നലെ രാത്രി 11:30-ഓടെയാണ് സംഭവം. ചുരം 4-ാം വളവിൽ നിന്നും ബദൽ റോഡ് വഴി അടിവാരത്തേക്ക് വരികയായിരുന്നു ഇരു സംഘങ്ങളും. ബൈക്കിലേക്ക് കാറടുപ്പിച്ചു എന്നാരോപിച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കൊടുവള്ളി സ്വദേശികളായ യുവാക്കൾ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന CPIM പുതുപ്പാടി മുൻ ലോക്കൽ സെക്രട്ടറി ഷൈജലും സംഘവുമായി വാക്കേറ്റത്തിലേർപ്പെടുന്നു. തുടർന്ന് വെസ്റ്റ് കൈതപ്പൊയിൽ വെച്ച് ഷൈജലും സംഘവും ബൈക്ക് യാത്രികരെ തടഞ്ഞുവെക്കുകയും ചോദ്യം ചെയ്യുകയും ബൈക്ക് തകർക്കുകയും ചെയ്തു എന്നാണ് കൊടുവള്ളി സ്വദേശിയുടെ പരാതി. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് സംഘത്തിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബൈക്ക് യാത്രികനെ മർദ്ദിക്കുകയും വാഹനം തകർക്കുകയും ചെയ്ത സംഭവത്തിൽ കൊടുവള്ളി ആവിലോറ സ്വദേശി ഹബീബ് റഹ്മാന്റെ പരാതിയിലും താമരശ്ശേരി SI ജയന്തിനെയും സംഘത്തെയും കയ്യേറ്റം ചെയ്യുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിലുമാണ് കേസുകൾ. CPIM പുതുപ്പാടി മുൻ ലോക്കൽ സെക്രട്ടറി ഷൈജൽ, CPIM പ്രവർത്തകരായ ഷാമിൽ, സ്റ്റാലിൻ വിജയ്, കണ്ടാലറിയാവുന്ന മറ്റ് 4 പേർക്കുമെതിരെയാണ് കേസെടുത്തത്. നബിദിനവുമായി ബന്ധപ്പെട്ട വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ടയാളാണ് ഷൈജൽ. കാറ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് ഷൈജൽ അടക്കമുള്ളവർ ആരോപിക്കുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഘട്ടത്തിൽ പോലീസ് എത്തുകയും കൂടി നിന്നവർക്ക് നേരെ ലാത്തി വീശുകയും ഷൈജലിനടക്കം മർദ്ദനമേൽക്കുകയും ചെയ്തുവെന്നും ആരോപണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.